ഗാസയിൽ ബന്ദികളെ ഒളിപ്പിച്ചതിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചന എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഹമാസിന്റെ പക്കൽ മാത്രമല്ല, ഹമാസിനെ സഹായിക്കുന്ന ചില അന്താരാഷ്ട്ര സന്നദ്ധ സഹായ ഏജൻസികളുടെ കൂടി സഹായം ഈ ഒളിപ്പിക്കലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മോചിപ്പിക്കപ്പെട്ട ചില ബന്ദികൾ നൽകുന്ന സൂചന പ്രകാരം UNRWA എന്ന അന്താരാഷ്ട്ര ഏജൻസി, സന്നദ്ധ സംഘടന, ആ സംഘടനയുടെ കീഴിലാണ് കുറേയേറെ ബന്ദികളെ പാർപ്പിച്ചിരുന്നത്. ഹമാസിന് വേണ്ടി ബന്ദികളെ ഒളിപ്പിക്കുക എന്ന വിടുപണി ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള അന്താരാഷ്ട്ര ഏജൻസി UNRWA ചെയ്തു എന്നുള്ള അതിഗുരുതരമായ വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ്. ഇത് തന്നെയാണ് കുറെ കാലങ്ങളായി ഇസ്രായേൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസയിലും എന്തിനേറെ പറയുന്നു ലെബനനിലുമടക്കം ഇസ്രായേൽ നടത്തുന്ന ഭീകരവേട്ടയ്ക്കെതിരായ പ്രവർത്തനങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോൾ ബന്ദികളെ മോചിപ്പിച്ച ശേഷം ഒരു ബന്ദി വെളിപ്പെടുത്തിയത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. റെഡ് ക്രോസിന്റെ വാഹനങ്ങളിലാണ് പലയിടങ്ങളിൽ നിന്നും ബന്ദികളെ കടത്തിയത്. റെഡ് ക്രോസിന്റെ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള ഭൂഗർഭ അറകളിലാണ് ആഴ്ചകളോളം മാസങ്ങളോളം ബന്ദികളെ പാർപ്പിച്ചിരുന്നത്. അപ്പോൾ റെഡ് ക്രോസിന് നേരെയും UNRWAക്ക് നേരെയും വലിയ സംശയത്തിന്റെ മുനകളാണ് നീളുന്നത്. ഗാസയിൽ ഇസ്രായേൽ സേനയുടെ കണ്ണ് വെട്ടിച്ച് ബന്ദികളെ പാർപ്പിക്കാൻ ഹമാസിനെ സഹായിച്ചത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് മാത്രമല്ല, റെഡ് ക്രോസും UNRWA അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ പുറത്തു വരുന്നു. ഇതിന് സമാനമായ പല സംഭവങ്ങളും നേരത്തെ ലെബനനിലും ഉണ്ടായിരുന്നു. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞത് ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര ഏജൻസികളുടെ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസുകളും വാഹനങ്ങളുമാണ്. ഈ സന്നദ്ധ സംഘടനകളുടെ ക്യാമ്പുകളിലാണ് ഭീകരന്മാർ കഴിയുന്നത്. ഇത് നേരത്തെ IDF ഗാസയിലും ഉന്നയിച്ച ആരോപണമായിരുന്നു. ഗാസയിലുടനീളം അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഹമാസ് ഭീകരന്മാർ ഒളിച്ചു കഴിഞ്ഞിരുന്നത്. ആ അഭയാർത്ഥി ക്യാമ്പുകളിൽ റെയ്ഡ് നടത്തുമ്പോൾ വൻതോതിലുള്ള ആരോപണങ്ങളാണ് IDFനെതിരെ ഇവർ ഉയർത്തിയിരുന്നത്. എന്തിനേറെ പറയുന്നു, ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി അടക്കമുള്ള എല്ലാ ആശുപത്രികളും ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇത് ഇസ്രായേൽ കണ്ടെത്തിയത്. ഈ ആശുപത്രികളുടെ മറവിൽ രോഗികളെന്ന വ്യാജേന അവിടെ കിടന്നിരുന്നവരെല്ലാം തന്നെ ഹമാസിന്റെ ഭീകരന്മാരായിരുന്നു. ഈ ആശുപത്രിയുടെ അടിത്തട്ടിൽ ഭൂഗർഭ അറയിൽ ഈ ആശുപത്രികളുടെ സമീപമുള്ള കെട്ടിടങ്ങളിലൊക്കെ തന്നെ ബന്ദികളെ പാർപ്പിച്ചിരുന്നു മാസങ്ങളോളം. ഈ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തില്ല എന്നുള്ള ഉറപ്പിലായിരുന്നു ഹമാസ് ഭീകരന്മാർ ഇത് ചെയ്തത്. ഹമാസ് ഭീകരന്മാർക്ക് ഈ സന്നദ്ധ സേന അംഗങ്ങൾ അതിനുള്ള ഒത്താശ ചെയ്യുകയും ചെയ്തു. ഈ റെഡ് ക്രോസിൻ്റെയും ഈ അന്താരാഷ്ട്ര സന്നദ്ധ ഏജൻസികളുടെയും ഒക്കെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഏജൻസികളാണെന്ന് കൂടി ഓർക്കണം. ഈ ഗാസയുടെയും ഈ പാലസ്തീൻ്റെയും ഒക്കെ പുനർനിർമ്മാണത്തിനും അവിടെയുള്ള സാധാരണക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി ആഗോളതലത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം നേടിക്കൊണ്ട് നടത്തുന്ന സംഘടനകളാണ്. ഈ സംഘടനകളാണ് പച്ചയ്ക്ക് ഇസ്ലാമിക തീവ്രവാദത്തിന് കുടപിടിക്കുന്നത്. ഗാസയിലെ ബന്ദികളുടെ ട്രാൻസ്പോർട്ടേഷനും ബന്ദികളുടെ ഒളിവ് ജീവിതത്തിനും പിന്നിൽ UNRWAയും അതുപോലെ റെഡ് ക്രോസുമാണെന്നുള്ള വമ്പൻ ആരോപണങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഗാസയിലെ ബന്ദികളുടെ ട്രാൻസ്പോർട്ടേഷനും അവരെ ഒളിച്ച് കഴിയാൻ സഹായിച്ചതിനും പിന്നിൽ UNRWA ആണെന്നുള്ള അന്താരാഷ്ട്ര ഏജൻസികളാണെന്നുള്ള വമ്പൻ ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് വളരെ കൃത്യമായി തന്നെ അമേരിക്കയ്ക്ക് ട്രംപിന് ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ്. കാലങ്ങളായി ഇത്തരം ഏജൻസികൾ അത് പാലസ്തീനിൽ മാത്രമല്ല പശ്ചിമേഷ്യയിലെ മറ്റ് പല പ്രദേശങ്ങളിലും ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് ഹമാസിനെ പോലെയുള്ള സംഘടനകൾക്ക് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും ഡൊണാൾഡ് ട്രംപ് റദ്ദ് ചെയ്തത്. അമേരിക്കയുടെ സാമ്പത്തികമെടുത്ത് എന്തിനാണ് ലോകത്തുള്ള ഇസ്ലാമിക ഭീകരവാദത്തിനെ പരിപോഷിപ്പിക്കുന്നത് എന്നാണ് ട്രംപിൻ്റെ ചോദ്യം. ട്രംപ് ഒറ്റയടിക്ക് ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള എല്ലാ സാമ്പത്തിക സഹായവും നിർത്തലാക്കിയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഗാസയിലെ ബന്ദികളെ ഒളിപ്പിച്ചതിനെ കുറിച്ചുള്ള വിഷയം വലിയ ചർച്ചയാകും. ഈജിപ്റ്റ് എന്ന രാജ്യം ഈ ബന്ദികളെ ഒളിപ്പിക്കാൻ സഹായിച്ചു എന്നുള്ള അതിഗുരുതരമായ ആരോപണം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് അവിടെയുള്ള സന്നദ്ധ സംഘടനകൾ, ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ മറവിലാണ് ബന്ദികളെ ഹമാസ് ഭീകരന്മാർ ഒളിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ഈ ആരോപണത്തിന് മറ്റൊരു ദൃഷ്ടാന്തം കൂടിയുണ്ട്. അതായത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുന്നതിന് തൊട്ട് മുൻപത്തെ മിനിറ്റ് വരെ
ആ ഗാസ തെരുവുകളിൽ ഹമാസിന്റെ ഭീകരന്മാർ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുകയും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തതിന് ശേഷമാണ് ആദ്യത്തെ ബന്ദിമോചന സമയത്താണ് എവിടുന്നോ പൊടുന്നനെ പൊട്ടിമുളച്ചതുപോലെ ഹമാസിന്റെ ഭീകരന്മാർ മുഖം മൂടിയും അണിഞ്ഞ് രംഗത്ത് വന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഹമാസ് ഭീകരന്മാർ എവിടെയൊക്കെയോ ഒളിച്ചിരിക്കുകയായിരുന്നു. അത് അന്താരാഷ്ട്ര അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ തന്നെ ആയിരിക്കാം. ഇത്തരം സന്നദ്ധ സംഘടന നടത്തുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരുടെ സഹായത്തോടുകൂടി വേഷപ്രച്ഛന്നരായി ഈ ഭീകരവാദികൾ ഒളിച്ചിരുന്നതായിരിക്കാം. വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ അവരുടെ ഒളിപ്പിച്ച ആയുധങ്ങളടക്കം എടുത്തുകൊണ്ട് അവർ രംഗത്ത് വന്നതായിരിക്കാം. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായി ഇസ്രായേൽ കണക്കാക്കുന്നു. ഗാസയിൽ പരിപൂർണമായ വിജയത്തിന് ഇസ്രായേലിന് മുന്നിൽ തടസ്സുന്നത് ഇത്തരം ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഏജൻസികളാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇത് ആഗോളതലത്തിൽ വലിയൊരു വിഷയമാക്കി മാറ്റാനാണ് ഇസ്രായേലിൻ്റെ നീക്കം. അതേസമയം മറ്റൊരു തന്ത്രത്തിൽ കൂടി ട്രംപ് വിജയിച്ചു എന്നുകൂടി പറയാതെ പോകാനാകില്ല. ഗാസയ്ക്കെതിരെ അറബ് ലീഗുകളുടെ ഒരു നീക്കത്തിന് ട്രംപിന് സാധിച്ചിരിക്കുന്നു. ഗാസയെ വേണ്ട എന്ന് പറയാൻ പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ അറബ് രാജ്യങ്ങളും ഇപ്പോൾ തുനിഞ്ഞിരിക്കുന്നു. ഗാസാവാസികളെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് പോലെ ജോർദാനും ഈജിപ്തും ഒക്കെ സ്വീകരിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തെ ആ രാജ്യങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗാസയിലെ പാലസ്തീനികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുമ്പോഴും ആ അറബ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഗാസയിലെ പാലസ്തീനികളെ വേണ്ട, ഗാസാവാസികളെ വേണ്ട, ഹമാസിനെ വേണ്ട എന്നവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ട്രംപ് ഇത്തരം ഒരു നാടകം ആസൂത്രണം ചെയ്തത്. ഗാസ ഇനി പുനർനിർമ്മിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഗാസാവാസികളെ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു ഗാസയിലെ പാലസ്തീനികളെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, എത്രത്തോളം ഭീകരന്മാരാണ്, എത്രത്തോളം അപകടകാരികളാണ് ഗാസയിലെ പാലസ്തീനികളെന്ന് അറബ് രാജ്യങ്ങൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു.